അപ്പൊ ഇന്ന് നമ്മൾ പോണത് ആഗ്ര ഫോർട്ട് ആണ്. ഇതിന്റെ പേര് റെഡ് ഫോർട്ട് എന്നും പറയും. ആ കാണാനാണ് ഈ ഡോട്ടക്കാരെ ഒടുക്ക എങ്ങനെ കൊണ്ടുപോയി ഒരു പിടുത്തില്ല. സംഭവം നമ്മൾ അതിന്റെ അടുത്ത് എത്തി. ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂ ഇങ്ങനെ കഴിഞ്ഞ് പോയപ്പോൾ നമ്മൾ ഏകദേശം എടുത്തെത്താറായി. അപ്പോൾ എയർപോർട്ടിന്റെ ചെക്കിംഗ് ആണ് നോക്കി കഴിഞ്ഞാൽ അത്ര വലിയ ചെക്കിംഗ് ഒന്നുമില്ല. ഒരു കവാടമുണ്ട്. ആ കവാടം കണ്ട കറക്റ്റ് താജ്മഹലിന്റെ ആ ഭാഗത്ത് പോലെ തോന്നും. പക്ഷേ താജ്മഹൽ അല്ലട്ടത്, ഇത് റെഡ് ഫോർട്ട്. ഇതും ആഗ്രയിൽ തന്നെ ഉള്ളതാണ്. സംഭവം നമുക്ക് അവിടുത്തെ ഓരോ കല്ലിന് എന്തൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. അവിടെയുള്ള ഗൈഡുമാരൊക്കെ പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. കാരണം നമ്മളെപ്പോഴും നമ്മളല്ലേ പുളിയാവുക, നമ്മൾ മെയിനാവും. ഓപ്സ് മെയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ മെയിൻ ആയിക്കാണ്ട് എപ്പോഴും അതിൻ്റെ കല്ലിൻ്റെ പ്രത്യേകത നമുക്കറിയില്ല. അതിനെ കുറിച്ച് എന്ത് ബ്രിട്ടീഷുകാർ എന്തൊക്കെ തേങ്ങ മാങ്ങ എന്നൊക്കെ പറയുന്നുണ്ട്. താജ്മഹലിന്റെ ബാക്കിയുള്ള മാർബിളൈറ്റ് ഇവിടെ കുറച്ചുണ്ടാക്കിയാണ് റെഡ് ഫോർട്ടില്. ഇത് താജ്മഹലിന്റെ ചെറിയൊരു ഭാഗമാണ്. അവിടുന്ന് കടം മേടിച്ചാണ്. മുംതാസിനോട് ഷാജഹാനോട് ചോദിച്ചു കടം അങ്ങനെ കൊടുത്താണ്. ഇവിടെ ബാക്കിൽ കാണുന്നത് പിന്നെ അവിടെ നിന്ന് താജ്മഹലിന്റെ വ്യൂ പോയിന്റ് കാണാം. പിന്നെ എന്താ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏതെങ്കിലും വാതിലുള്ള കൂടെ, ഈ കാണുന്ന വാതിലിന്റെ ഏതെങ്കിലും ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ കൂടെ പുറത്തിറങ്ങുന്ന യാതൊരു വൃത്തുമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. വല്ലാത്ത അടങ്ങാറാണ്. സോ ഗൈസ്, അങ്ങനെ ചെങ്കൽപ്പേട്ട് കഴിഞ്ഞ് വയനാട്ടിലേക്ക്. ശരി, ടാറ്റാ.